നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ കോക്കട്ടയിൽ ചിക്ക് വിരിഞ്ഞിട്ട് ഏകദേശം ഇന്നത്തേക്ക് 10 ദിവസമായി. അപ്പം ഞാൻ ഇതുവരെ ഇനി ഇടയ്ക്കൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ എന്താണ് സ്ഥിതി എന്നുള്ളത് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് നിരീക്ഷിക്കണം. ചിലപ്പോൾ കുട്ടി ചത്തുപോയിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോയെന്നോ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ഇത്രയും കുറച്ച് ദിവസം തിരക്കിലായതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ചട്ടി എടുത്തിട്ടൊന്ന് നോക്കാം എന്താണ് സ്ഥിതി ഉള്ളിലെന്നുള്ളത് നമുക്ക് നോക്കാം. വാ. അപ്പോൾ പാരൻസിന് നമ്മൾ നല്ല പനിക്കൂർക്ക, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് പനിക്കൂർക്ക ഇല. ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ പനിക്കൂർക്ക ഇലയൊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം അവരത് തിന്നുന്ന തിരക്കിലാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചട്ടിയുടെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ആളുഷാറായിട്ടുണ്ട് കേട്ടോ, ആളുഷാറായിട്ടുണ്ട്. ഇതാണ് ആള്. ഓക്കെ, ഒരാളേ ഉള്ളൂ. ഞാൻ ഇതിന് മുന്നേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിരിഞ്ഞ സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളേ ഉള്ളൂ. ഇതാണ് ആള്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേക്ക് ഇറങ്ങിയത് പൈഡാണ്. ഇതും പൈഡാണെന്നാണ് തോന്നുന്നത്. പിന്നെ കണ്ടിട്ട് എനിക്ക് ടൈമിങ്ങിന് വേണ്ടി എടുത്താലോ എന്നുള്ളൊരു ആലോചനയുണ്ട്. ഇപ്പോൾ ഒക്കെ ടൈമിങ്ങിന് എടുക്കേണ്ട പ്രായമാണ്. 2 ദിവസം കൂടി കാത്തുന്നാലും കുഴപ്പമില്ല, നല്ല ആയിട്ട് ഇണങ്ങി കിട്ടും. അപ്പം ഞാൻ ടൈമിങ്ങിന് എടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, അപ്പോൾ തൽക്കാലം ഇപ്പം നമുക്ക് തിരിച്ചിട്ട് വെച്ചേക്കാം. അപ്പം ഇതാണ് നമ്മളെ ബേഡ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പം ടൈമിങ്ങിന് എടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഗ്രോത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.